എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചന്ദ്ര നമസ്കാരം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം യോഗ മാറ്റിൻ്റെ മുന്നിൽ പ്രയർ പോസിൽ നിൽക്കുക. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ പുറകിലേക്ക് കൊണ്ടുപോകാം. ശ്വാസം വിടുന്നതിൻ്റെ കൂടെ കൈകൾ കാലിൻ്റെ സൈഡിൽ പതിച്ച് വെച്ച് നെറ്റി കാൽമുട്ടിലേക്ക് അടുപ്പിക്കുക. അതിനുശേഷം ശ്വാസം എടുക്കുന്നതിൻ്റെ കൂടെ വലത് കാല് പുറകിലേക്ക് ഇറക്കി വയ്ക്കുക. ശ്വാസം വിട്ട് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ നേരെ മുകളിലേക്ക് പിടിക്കുക, തൊഴുത് പിടിക്കുക. ശ്വാസം വിട്ട് വീണ്ടും ശ്വാസം എടുത്ത് തല നേരെ മുകളിലേക്ക് ഉയർത്തി നിൽക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പുഷപ്പ് പോസ്റ്ററിലേക്ക് വരിക. ശ്വാസം വിട്ടുകൊണ്ട് അഷ്ടാംഗ നമസ്കാരത്തിലേക്ക് വരിക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഭുജംഗാസനത്തിലേക്ക് വരിക. ശ്വാസം വിട്ടുകൊണ്ട് മൗണ്ടൻ പോസിലേക്ക് വരിക. വീണ്ടും നല്ല ശ്വാസം എടുക്കുന്നതിൻ്റെ കൂടെ ഏത് കാലാണ് ഇറക്കി വെച്ചത് അതിൻ്റെ ഓപ്പോസിറ്റ് കാല് കൈകളുള്ളിലേക്ക് കയറ്റി വെച്ച് തല ഉയർത്തി പിടിക്കുക. വീണ്ടും ശ്വാസം വിട്ട് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ തൊഴുത് പിടിക്കുക മുകളിലേക്ക്. വീണ്ടും ശ്വാസം വിട്ട് ശ്വാസം എടുത്തുകൊണ്ട് അശ്വസഞ്ചലനാസനത്തിലേക്ക് തന്നെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് പാദഹസ്താസനം പോസ്റ്ററിലേക്ക് വരിക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ നേരെ പുറകിലേക്ക് തന്നെ കൊണ്ടുപോവുക. ശ്വാസം വിട്ടുകൊണ്ട് പ്രയർ പോസിലേക്ക് വരിക. വീണ്ടും മെല്ലെ ശ്വാസം എടുക്കുന്ന സമയമാകുമ്പോൾ കൈകൾ നേരെ പുറകിലേക്ക് കൊണ്ടുപോവുക. ഹസ്ത ഉത്താനാസനം. എക്സേൽ പാദഹസ്താസനം. മെല്ലെ ശ്വാസം എടുത്തുകൊണ്ട് ആദ്യം ഇപ്പോൾ ഇടത് കാലിറക്കി വയ്ക്കുക. നേരത്തെ നമ്മൾ ചെയ്തത് വലത് കാലിറക്കി വയ്ക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇടത് കാലിറക്കി വയ്ക്കുക. അതിനുശേഷം നേരെ കൈകൾ തൊഴുത് മുകളിലേക്ക് അർദ്ധചന്ദ്രാസനത്തിലേക്ക് വരിക. വീണ്ടും ശ്വാസം വിട്ട് ശ്വാസം എടുത്തുകൊണ്ട് അശ്വസഞ്ചലനാസനത്തിലേക്ക് തന്നെ വരിക. ശ്വാസം വിടുന്നതിൻ്റെ കൂടെ പുഷപ്പ് പോസ്റ്ററിലേക്ക് തുലീന ബാബു ദണ്ഡാസനം എന്ന് പറയുന്ന യോഗാസനത്തിലേക്ക് വരിക. അതിനുശേഷം എല്ലാ അഷ്ടാംഗ നമസ്കാരം ഫുൾ ബോഡി ഡൗൺ ചെയ്യുക. ഫുൾ ബോഡി ഡൗൺ ചെയ്യുമ്പോൾ ശ്വാസം എടുത്ത് വിടുകയാണ് വേണ്ടത്. അല്ല ശ്വാസം എടുക്കുന്നതിൻ്റെ കൂടെ ഭുജംഗാസനത്തിലേക്ക് വരിക. ശ്വാസം വിടുന്നതിൻ്റെ കൂടെ കാലുകൾ പതിച്ച് വെച്ച് മൗണ്ടൻ പോസിലേക്ക് പർവ്വതാസനം. വീണ്ടും മെല്ലെ ശ്വാസം എടുക്കുന്നതിൻ്റെ കൂടെ കാല് ഏത് കാലാണോ ഇറക്കി വെച്ചത് അതിൻ്റെ ഓപ്പോസിറ്റ് കാലുകൾ കൈകളെടുത്തേക്ക് വെച്ചിട്ട് അശ്വസഞ്ചലനാസനത്തിലേക്ക് വരിക. അതിനുശേഷം കൈകൾ നേരെ മുകളിലേക്ക് തൊഴുത് പിടിച്ച് അർദ്ധചന്ദ്രാസനത്തിലേക്ക് വരിക. നല്ല ശ്വാസം വിട്ട് ശ്വാസം എടുത്തുകൊണ്ട് അശ്വസഞ്ചലനാസനത്തിലേക്ക് തന്നെ വരിക. ശ്വാസം വിടുന്ന സമയമാകുമ്പോൾ പാദഹസ്താസനത്തിലേക്ക്. വീണ്ടും എല്ലാ ശ്വാസം എടുക്കുന്നതിൻ്റെ കൂടെ ഹസ്ത ഉത്താനാസനം. അതിനുശേഷം മെല്ലെ ശ്വാസം വിടുന്നതിൻ്റെ കൂടെ പ്രയർ പോസ്. റിലാക്സ്. ഇത്രയാണ് ചന്ദ്ര നമസ്കാരത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്, അതിലേക്ക് മെസ്സേജ് അയച്ചു വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിന് ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം.